ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യ പാക് സംഘർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പൊള്ളിക്കുമോ? വിദേശ നിക്ഷേപകർ മുഖം തിരിക്കുമെന്ന് ആശങ്ക. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അതിർത്തി കടന്നെത്തുമോ? അസ്ഥിരതകളിലൂടെ സ്വർണ്ണ വിപണി എത്ര നാൾ മുന്നേറും? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുൾമുനയിൽ നിർത്താനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. മറുരാജ്യത്തിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കെട്ടുറപ്പിനെ ഇളക്കിമറിക്കില്ല. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. $4 ട്രില്യൺ മറികടന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പാകിസ്ഥാനുമായി നേരിട്ടുള്ള വ്യാപാരം കുറവാണ്. മുൻകാല സംഘങ്ങൾ ഇന്ത്യൻ ആസ്തികളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയില്ലെന്ന വസ്തുതയാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ നടത്തിയ അതിർത്തി കടന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ ആഭ്യന്തര ഓഹരികളിലും കറൻസികളിലും ബോണ്ടുകളിലും ഉടനടി ഒരു സ്വാധീനം ചെലുത്തില്ല. 2019 പുൽവാമ ബലാക്കോട്ട് സംഘർഷങ്ങൾക്ക് ശേഷം രൂപയുടെ മൂല്യം സ്ഥിരത നിലനിർത്തിയിരുന്നു. ബോണ്ട് ആദായം 15 ബേസിസ് പോയിന്റുകളുടെ താൽക്കാലിക വർധന രേഖപ്പെടുത്തി. 2020 ഗാൽവാൻ വാലിയിൽ ചൈനയുമായുള്ള ഏറ്റുമുട്ടലിലും സമാനമായ രീതി ആവർത്തിക്കപ്പെട്ടു. അന്ന് രൂപ തുടക്കത്തിൽ 1% ദുർബലമാവുകയും പിന്നീട് വീണ്ടെടുക്കുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പോലുള്ള ആഗോള ആഘാതങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് മുന്നേറാനായതും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 6.5% GDP വളർച്ചയാണ് RBI പ്രവചിച്ചിരിക്കുന്നത്. US പുതിയ താരിഫ് പ്രഖ്യാപനം വന്നതോടെ നിഫ്റ്റി 4.6% വർദ്ധിച്ചു. ഏപ്രിലിലും മെയ് തുടക്കത്തിലും വിദേശ നിക്ഷേപകർ ഏകദേശം $1.5 ബില്യൺ വാങ്ങി ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് മടങ്ങിയെത്തി. താൽക്കാലികമായി നിക്ഷേപ ഒഴുക്കിൽ ചെറിയ മാന്ദ്യം വന്നാൽ പോലും കനത്ത നഷ്ടം ഇന്ത്യക്കുണ്ടാവില്ലെന്ന ഉറപ്പിലാണ് വിദഗ്ധർ. രാജ്യത്തെ സ്വർണ്ണവിലയിൽ തലവേദനയായി ഇന്ത്യ പാക് സംഘർഷം. അസ്ഥിരതയിൽ സ്വർണ്ണ വിപണി. താൽക്കാലിക ഇടിവ് അവസാനിപ്പിച്ച് സ്വർണം തിരിച്ചു കയറുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആഭ്യന്തര സ്വർണ്ണവിലയ്ക്ക് തലവേദനയാകുന്നുണ്ട്. ആഗോള സ്വർണ്ണ വിപണിയിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് സകല പൊല്ലാപ്പുകളും ഉണ്ടാകുന്നത്. അമേരിക്ക ചൈന താരിഫ് പ്രശ്നം ഒരു കരയ്ക്കടുക്കാത്ത ലക്ഷണമാണ്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ സ്വന്തം രാജ്യത്തിന് തന്നെ വിനയാവുകയാണ്. അമേരിക്കൻ പണപ്പെരുപ്പം കൂടുമെന്നും GDP വളർച്ചാ നിരക്ക് താഴുമെന്നുമാണ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞത്. കൂടാതെ തൊഴിലില്ലായ്മ നിരക്കും കൂടും. US സാമ്പത്തിക രംഗത്തിന്റെ അനിശ്ചിതത്വത്തിന് ഇനി കൂടുതൽ എന്തു വേണം? സ്വർണ്ണവില അടുത്ത കാലത്തൊന്നും നിലം തൊടില്ല. ഗോൾഡ് ETFകളോട് നിക്ഷേപകരുടെ പ്രിയം കൂടി വരും. ഒപ്പം സ്വർണ്ണവില. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ തിരിച്ചുവരവിന്റെ സൂചനകൾ. ആഭ്യന്തര വിപണിയിൽ വീണ്ടും ഇന്ത്യൻ ടയർ ലോബിയുടെ മറുകടകൻ. കുരുമുളകിൽ സാങ്കേതിക തിരുത്തൽ തുടരുന്നു. വിദേശ കുരുമുളക് വീണ്ടും ഭീഷണി. സംസ്ഥാനത്ത് കരുത്തുകാട്ടി നാളികേരോൽപ്പന്നങ്ങൾ. രാജ്യാന്തര വിപണിയിൽ വെളിച്ചെണ്ണ വില ചൂടുപിടിച്ചു.
രാജ്യാന്തര റബ്ബർ വിപണിയിൽ ഉണർവിന്റെ കിരണങ്ങൾ കണ്ടു തുടങ്ങി. മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യമായ തായ്ലാന്റിൽ ടാപ്പിംഗ് പുനരാരംഭിക്കൽ 1 മാസത്തേക്ക് നീട്ടിവെക്കാൻ തീരുമാനിച്ചത് ലോകവിപണിയിൽ റബ്ബറിന് മുന്നേറാനുള്ള സാഹചര്യമൊരുക്കി. അമേരിക്കൻ താരിഫ് വിഷയം മൂലം ചൈനീസ് വ്യവസായികൾ റബ്ബർ സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ രാജ്യാന്തര വിപണിയിൽ റബ്ബറിന്റെ മുന്നേറ്റത്തിന് തടസ്സമുളവാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ വിവിധ ഉൽപാദന രാജ്യങ്ങളിൽ ചരക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയും വന്നു. ഈ അവസരത്തിൽ ടാപ്പിംഗ് സീസൺ തുടങ്ങുന്നത് വിപണിയെ കൂടുതൽ പിരിമുറുക്കത്തിലാക്കുമെന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവെപ്പാണ് തായ് ഭരണകൂടം നടത്തിയത്. എന്നാൽ ഉൽപാദകർക്ക് താങ്ങുപകരുന്ന ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇതര ഉൽപാദന രാജ്യങ്ങൾ തയ്യാറായില്ല. അതേസമയം ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ വില ചെറിയ ഇടവേളയ്ക്ക് ശേഷം കിലോ 300 യെന്നിന് മുകളിൽ ഇടം പിടിച്ചു. അതിന്റെ ചൂട് പിടിച്ച് ബാങ്കോക്കിൽ റബ്ബർ കിലോ 209 രൂപയായി. എന്നാൽ കേരളത്തിൽ ഷീറ്റ് വില ഉയരുമെന്ന കർഷകരുടെ കണക്കുകൂട്ടലുകൾ ടയർ വ്യവസായികൾ തെറ്റിച്ചു. 4 ഗ്രേഡ് കിലോ 197 നിന്നും അവർ 195 താഴ്ത്തി. കുരുമുളക് റെക്കോർഡ് പ്രകടനങ്ങൾക്ക് ശേഷമുള്ള സാങ്കേതിക തിരുത്തലിലാണ്. നാടൻ ചരക്ക് വരവ് കൊച്ചിയിൽ കുറവാണെങ്കിലും വിദേശ ചരക്കുമായി കലർത്തി മധ്യവർത്തികൾ കുരുമുളക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. ഉയർന്ന ലാഭം തന്നെയാണ് മുഖ്യ കാരണം. ശ്രീലങ്ക വഴി എത്തിച്ച വിയറ്റ്നാം കുരുമുളകാണ് കലർത്തുന്നത്. മലബാർ കുരുമുളക് വില ടണ്ണിന് $8,600 ശ്രീലങ്കൻ നിരക്ക് $7,300 ചരക്ക് കൈമാറുന്നത്. ഇതിനിടയിൽ സ്റ്റോക്കുള്ള ഗുണനിലവാരം കുറഞ്ഞ ചരക്കും ചില കേന്ദ്രങ്ങൾ വിൽപ്പനയ്ക്കിറക്കിയതായി വിപണി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇത്തരം നീക്കം വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന ആശങ്കയിലാണ് കാർഷിക മേഖല. കാലവർഷത്തിന് മുന്നേ ജലാംശം കുറഞ്ഞ മുളക് ഗോഡൌണുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ചില വൻകിട ഉത്തരേന്ത്യൻ കറി മസാല വ്യവസായികൾ. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് 68,500 രൂപയായി താഴ്ന്നു. രാജ്യാന്തര ഭക്ഷ്യ എണ്ണ വിപണിയിലെ അനുകൂല തരംഗം വെളിച്ചെണ്ണ വിപണി വീണ്ടും ചൂടുപിടിക്കാൻ അവസരമൊരുക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നാളികേര വിളവെടുപ്പ് നടക്കുകയാണെങ്കിലും പച്ചത്തേങ്ങാ കൊപ്ര ലഭ്യത മുഖ്യ വിപണികളിൽ ഇനിയും ശക്തമല്ല. തമിഴ്നാട്ടിലെ മുഖ്യ വിപണികളായ കാങ്കയം, പൊള്ളാച്ചി, കോയമ്പത്തൂർ, പഴനി എന്നിവിടങ്ങളിൽ പച്ചത്തേങ്ങ കിലോ 50 രൂപയ്ക്ക് മുകളിൽ തുടരുന്നു. അതിനാൽ കൊപ്ര 170 റേഞ്ചിൽ തുടരുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. അഭ്യൂഹങ്ങൾ ശരിയാണെങ്കിൽ ഈ മാസം 26-ന് IQ Neo 10 ഇന്ത്യയിലെത്തും. ആമസോൺ വഴിയാകും വിൽപ്പന. പുതിയ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8S4 ചിപ്സെറ്റുമായി എത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹാൻഡ്സെറ്റാണിത്. നിയോ 10R ശേഷം നിയോ 10 ശ്രേണിയിലെത്തുന്ന രണ്ടാമത്തെ ഫോണാണിത്. പിൻ പാനലിലെ സ്വിർക്കിൾ പിൻ ക്യാമറ മൊഡ്യൂളും ഡ്യുവൽ ക്യാമറ സെൻസറുകളും LED ഫ്ലാഷുമുണ്ട്. ഇൻഫെർണോ റെഡ് എന്ന ഡ്യുവൽ ടോൺ ഡിസൈനാണുള്ളത്. ഇത് ടൈറ്റാനിയം ഷെയ്ഡിലും ലഭ്യമാകും. 7000 mAh ബാറ്ററിയാണ് കമ്പനി ഉറപ്പു നൽകുന്നത്. വലിയ ബാറ്ററിയിലും 8.9 mm സ്ലിം മോഡലാണെന്ന പ്രത്യേകതയും നിയോ 10-നുണ്ട്. ഇന്ത്യയിൽ ഈ മോഡലിന് 35,000 രൂപയ്ക്കുള്ളിലാകുമെന്നാണ് സൂചന. MGയുടെ പ്രീമിയം ബ്രാൻഡ് M9 വിപണിയിലേക്ക്. നോക്കാം 7 സീറ്ററിന്റെ സവിശേഷതകൾ. MG M9 ലക്ഷറി MPV ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇലക്ട്രിക് വാഹന വിപണിയിലെ താരമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 7 സീറ്റർ. 51,000 രൂപ കൊടുത്ത് ബുക്കിംഗ് ചെയ്തിടാനാകും. 65 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കുന്നുണ്ട്. 5270 mm നീളവും 2000 mm വീതിയും 1840 mm ഉയരവും 3200 mm വീൽ ബേസുമുള്ള ഈ വാഹനം അതിന്റെ ശ്രദ്ധേയമായ അളവുകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. വിശാലമായ ഇന്റീരിയറും മറ്റൊരു പ്രത്യേകതയാണ്. സുരക്ഷയ്ക്കായി 6 എയർ ബാഗുകളും കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കിയ EV9, ടൊയോട്ട വെൽഫെയർ, ലെക്സസ് LM തുടങ്ങിയ മോഡലുകളുമായി മത്സരിച്ചുകൊണ്ടാകും ഇന്ത്യൻ ഓട്ടോമോട്ടീവ് വിപണിയിൽ MG M9 സ്ഥാനം സൃഷ്ടിക്കുക. വിനോദവാരം. തിയേറ്റർ ഇളക്കിമറിച്ച ഏതാനും ചിത്രങ്ങൾ തുടർ പതിപ്പുമായി എത്തുകയാണ്. ദൃശ്യം 3, പ്രേമലു 2, ആട് 3.
അങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷക മനം കീഴടക്കിയ ഒരു പിടി ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഇത്തവണ. വിജയകരമായ സിനിമകളുടെ തുടർഭാഗങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. മുൻപതിപ്പുകൾ പോലെ ഇവയും വൻ വിജയമാകുമെന്നാണ് പ്രതീക്ഷ. 2024 പുറത്തിറങ്ങിയ പ്രേമലുവിന്റെ രണ്ടാം ഭാഗമാണ് പ്രേമലു 2. നസ്ലിനും മമിത ബൈജുവുമായിരുന്നു പ്രധാന താരങ്ങൾ. പ്രണയകഥ പറഞ്ഞ ആദ്യ ഭാഗം വലിയ വിജയമാണ് നേടിയത്. ഗിരീഷ് ഷേഡിയായിരുന്നു സംവിധായകൻ. 2024 പുറത്തിറങ്ങിയ വാഴ എന്ന ചിത്രത്തിന്റെ തുടർച്ചയും വരാനിരിക്കുന്ന ഒരു കോമഡി ഡ്രാമയുമാണ് വാഴ 2. ഒന്നിനും കൊള്ളാത്തവരായി കണക്കാക്കപ്പെട്ടിരുന്ന 5 ഭാഗ്യവാന്മാരായ കൗമാരക്കാരുടെ കഥയാണ് ആദ്യ ഭാഗം പറഞ്ഞത്. ഒരു പുതിയ ആഖ്യാനം രണ്ടാം ഭാഗത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പുതിയ പ്രധാന അഭിനേതാക്കളെയും ഉൾപ്പെടുത്തും. കോമഡി ചിത്രമായ ആടിന്റെ മൂന്നാം ഭാഗമാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജയസൂര്യ തന്നെയാണ് പ്രധാന കഥാപാത്രമാകുന്നത്. ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കും. കോമഡിയിൽ കോംപ്രമൈസ് ഉണ്ടാകില്ലെന്നാണ് സൂചന. വിജയ പരമ്പരയിലെ മൂന്നാം ഭാഗമായ ദൃശ്യം 3യുമായി ജിത്തു ജോസഫ് വീണ്ടും എത്തുന്നു. ജോർജ് കുട്ടിയായി മോഹൻലാൽ വീണ്ടും വെള്ളിത്തിരയിലെത്തുന്നത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. 1-2 ഭാഗങ്ങളിലെ ആകാംക്ഷയും ആവേശവും ഒട്ടും ചോരില്ലെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇനി പ്രധാന ഇവന്റുകൾ. ഗ്ലോബൽ ട്രേഡ് എക്സ്പോ 2025 ഈ മാസം 29 മുതൽ കളമശ്ശേരിയിൽ. ലുലു ഫാഷൻ വീക്ക് 2025 ഈ മാസം 15 മുതൽ 18 വരെ തിരുവനന്തപുരം ലുലു മാളിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.